എടി, നീ എന്തിനാ കത്തിലെ പേര് വെട്ടി എഴുതാൻ പോയത്? കത്തിൽ ഇന്ദ്രന്റെ പേര് കണ്ടപ്പോ എനിക്ക് കലി കയറി. ലക്ഷ്മിജി, അവിടെ വരണ്ട സ്ഥാനത്ത് ഏട്ടന്റെ പേരല്ലേ വരേണ്ടത്? അതുകൊണ്ടാ ഞാൻ വെട്ടി എഴുതിയത്. ഷോ, ഇപ്പൊ ആ കത്ത് ഇന്ദ്രന്റെ കൈ എത്തിക്കാണുമല്ലോ. എന്റെ കരുനീല കാവലമ്മേ, നീ എന്തൊക്കെ പുകലാണാവോ നടക്കാൻ പോകുന്നത്? ആ കത്ത് തന്നെ നകുലേട്ടനെ എടുത്ത് അമ്മാവന്റെ കയ്യിൽ കൊടുക്കുന്ന ഞാൻ കരുതിയില്ല. ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രശ്നമായി എന്ത് ചെയ്യും? പ്രശ്നമാവണം. ഇതിന്റെ പേരില് ആ കല്യാണം മുടങ്ങണം. ഇപ്പൊ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ആ ഇന്ദ്രന്റെ ചൊറി സ്വഭാവം വെച്ച് മിക്കവാറും ഹാലിടകി കല്യാണത്തിന് പിന്മാറാനാ സാധ്യത. അങ്ങനെ സംഭവിച്ചാ നമ്മള് രക്ഷപ്പെട്ടു. നിശ്ചയിച്ച മുഹൂർത്തത്തില് എങ്ങനെയും ഗിരിയേട്ടനെ കൊണ്ട് പാറച്ചേച്ചിയെ കല്യാണം കഴിപ്പിക്കാം. അതിപ്പോ എങ്ങനെ കല്യാണം കഴിപ്പിക്കുന്ന? അതൊക്കെ നമുക്ക് ആലോചിക്കാം. രശ്മി, ഇത് നമ്മൾ മാത്രം പ്ലാൻ ചെയ്ത പോരാ, ഏട്ടനും കൂടി സമ്മതിക്കണം. ഏട്ടനെ ഇനി വെറുതെ വിടാൻ പറ്റില്ല. നമ്മൾ മുന്നിട്ടിറങ്ങിയാലേ പാറു ചേച്ചിയും ഗിരിയേട്ടനും തമ്മിലുള്ള വിവാഹം നടക്കുള്ളൂ. എന്ത് ചെപ്പയുടെ വിദ്യ കാണിച്ചിട്ടായാലും അവരുടെ കല്യാണം നമ്മൾ നടത്തിയിരിക്കും. ദേ ഏട്ടൻ വരുന്നു. എന്തായി? എല്ലാത്തിലും മഞ്ഞളും കുങ്കുമവും ഒക്കെ വെച്ചോ? കഴിഞ്ഞു കേട്ടാ. ഇത്രേ ഉള്ളൂ? അല്ല, ബാക്കി അകത്തിരിപ്പുണ്ട്. ആ, എന്താ എല്ലാവരുടെ മുഖത്തൊരു കള്ളലക്ഷം പോലെ? എന്തോ സംഗതി ഉണ്ടല്ലോ. എന്താ കുഞ്ഞി? ഏയ്, ഒന്നുമില്ല ഏട്ടാ. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാ എനിക്ക് മനസ്സിലാവും കേട്ടോ. അയ്യോ, ഒന്നുമില്ലെന്നേ.